ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഒരു പിടി മണ്ണ് മതി കടം തീരാൻ, പിന്നെ അധികം സമയം വേണ്ട എന്നുള്ളതാണ്. ആ ഒരു പിടി നിങ്ങളുടെ വീട്ടിൽ നിന്ന് എടുക്കുന്ന ഒരു പിടി മണ്ണ് കൊണ്ടുള്ള ഒരു പ്രയോഗമാണ് പറയുന്നത്. ആർക്കും ചെയ്യാം. പിന്നെ നമ്മുടെ കടങ്ങൾ തീരാനൊന്നും അധികം സമയം വേണ്ട. അങ്ങനെയുള്ളൊരു കാര്യമാണ്. അത്ഭുതകരമായ ഒരു കാര്യമാണ്. വീട്ടിൽ ഒരു പിടി മണ്ണ് എടുത്ത് ആർക്കും ചെയ്യാം. ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. വിശ്വാസത്തോടെ ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ വസിക്കുന്ന ഭൂമിയിൽ നമ്മുടെ ആ ചില ദോഷങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും പല എന്തു ചെയ്തിട്ടും ഒരു മാറ്റമില്ലാതിരിക്കുന്നത്. നമ്മൾ വസിക്കുന്ന ഭൂമിയിൽ, അത് ഏത് ഭൂമി ആയിക്കോട്ടെ, നമ്മൾ എവിടെ താമസിക്കുന്നു അവിടെ ചില ദോഷങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളും ചെയ്തിട്ടും കടങ്ങൾ മാറുന്നില്ല, സാമ്പത്തികമായിട്ടൊരു ഉയർച്ച ഉണ്ടാകുന്നില്ല, എപ്പോഴും പ്രതിസന്ധികളും കാര്യങ്ങളും തടസ്സങ്ങളുമാണ്. ആ മണ്ണിൽ നിന്ന് തുടങ്ങണം ആ കാര്യങ്ങൾ. ഒരു പിടി മണ്ണെടുത്ത് ചെയ്യാവുന്ന ഒരു ലളിതമായ കാര്യമാണ് പറയുന്നത്. അത് ഏതൊരാൾക്കും ചെയ്യാം. ₹1 ചെലവില്ലാതെ ഈ മണ്ണിൻ്റെ വിദ്യ ചെയ്യാം. നിങ്ങൾ ചെയ്തു നോക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയുകയാണ്, നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാ ജ്യോതിഷ ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക. ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല. പറ്റുന്ന ഒരുപാട് മെസ്സേജ് വരുന്നത്, പറ്റുന്ന ആളുകൾക്ക് പറ്റുന്ന അത്രയും റിപ്ലൈ തരും. ചെയ്യുന്ന രീതി പറയും. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അത് കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. പ്രാർത്ഥനയും പ്രയത്നവും കൂടെ ചേരുമ്പോഴേ മാറ്റം ഉണ്ടാകത്തുള്ളൂ. അത് മനസ്സിലാക്കിയിട്ട് ആവശ്യമുള്ളവർ ചെയ്യുക. നമ്മുടെ പ്രയത്നവും പ്രാർത്ഥനയും രണ്ടും കൂടെ ചേരുമ്പോഴേ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇനി ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. അതുകൊണ്ടാണ് വാട്സപ്പിൽ ആവശ്യമുള്ളവർ ഇടാൻ പറഞ്ഞത്. ഞാൻ ഇന്നലെ രാമായണ മാസത്തെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ രാമമന്ത്രത്തിൻ്റെ രഹസ്യം പറഞ്ഞിട്ടുണ്ട്. വലിയ സമ്പത്ത് ശ്രീരാമൻ നൽകുന്ന, ആരും പറഞ്ഞു തരാത്ത ഒരു ദിവ്യമായ മന്ത്രം പറഞ്ഞു തന്നിട്ടുണ്ട്. ശത്രുദോഷം മാറാൻ വേണ്ടി ഹനുമാന്റെ മറ്റൊരു ദിവ്യമന്ത്രം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ കാണാൻ ശ്രമിക്കുക. എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, സാറേ ഞങ്ങൾ എല്ലാ വീഡിയോയും കാണുന്നുണ്ട്, പക്ഷെ ചോദിക്കുമ്പം ഞാൻ ചോദിക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ ഈ കർക്കിടക മാസത്തെക്കുറിച്ചുള്ള എൻ്റെ വീഡിയോ സ്ഥിരമായി കാണുന്നവർ കാണാതെ പോകരുത്. കാരണം ആ രാമൻ്റെ മന്ത്രത്തിൻ്റെ രഹസ്യങ്ങളും ഒക്കെ നിങ്ങൾ അറിയണം. അതുപോലെ ദിവ്യമായ, ആരും പറഞ്ഞു തരാത്തൊരു രാമമന്ത്രം പറഞ്ഞു തരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ അറിയണം, നിങ്ങൾ ചൊല്ലണം. എന്നാലേ പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നു പറഞ്ഞിട്ട് അർത്ഥമുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട വീഡിയോകൾ കാണാതെ എല്ലാം കാണുന്നെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. അപ്പോൾ അത് ഈ ഫോണിനകത്ത് സേവ് ചെയ്ത് വെച്ചാലൊന്നും പിന്നെ കാണൽ നടക്കത്തില്ല. നിങ്ങൾ എപ്പോഴാന്ന് വെച്ചാൽ വീഡിയോ എടുക്കുക, അത് കാണുക, പിന്നെ കാണാൻ വിചാരിച്ചാൽ അത് നടക്കണമെന്നില്ല കേട്ടോ. അതുകൊണ്ട് അത് കാണുക എന്നുള്ള ഒരു ദൃഢനിശ്ചയം എടുക്കണം. അത് ജീവിതത്തിൽ ഒരിക്കലും കിട്ടാത്ത അറിവുകളാണ്. അപ്പം ഞാൻ വിശദമായിട്ട് എല്ലാം പറഞ്ഞുതരാം. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നർപ്പവി. അപ്പോഴേ ഇന്ന് പറയാൻ പോകുന്നത്, നിങ്ങളുടെ വീട്ടിൽ നിന്നും ഒരു പിടി മണ്ണെന്ന് പറഞ്ഞാൽ ഒരു പിടി എന്ന് അല്പം മതി കേട്ടോ. നമ്മുടെ ഈ ഉള്ളം കൈയിൽ കൊള്ളാവുന്ന അല്പം മണ്ണ് നിങ്ങളുടെ വീടിൻ്റെ ഏത് ഭാഗത്തു നിന്ന് വേണേലും എടുക്കുക. എടുത്ത് ശേഷം നിങ്ങൾ ഇത് മണ്ണ് എടുക്കുമ്പോൾ കഴിവതും മണ്ണ് എടുത്ത് ഒരു ഇരുട്ടുള്ള സമയത്ത് എടുക്കണം. ഒരു 4:30-ക്കോ 5:30-ക്കോ അല്ലെ 4:30-ക്കോ 5 മണിക്കോ ഇടയ്ക്കോ ഇരുട്ടുള്ള സമയത്ത് വേണം മണ്ണെടുക്കാൻ. അത് കഴിവതും ആരും കാണരുത്. ഇനി കണ്ടാലും കുഴപ്പമൊന്നുമില്ല, നമ്മളൊരു നല്ല പ്രാർത്ഥനയാണ് ചെയ്യുന്നത്. എങ്കിൽ പോലും കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് ഫലം ചിലപ്പം കിട്ടണമെന്നില്ല. അങ്ങനെ കണ്ടാലും വിഷമിക്കേണ്ട, വീണ്ടും ഒന്നുകൂടെ ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരു പിടി മണ്ണ് അല്പം മതി, ഒരു പിടി മണ്ണ് എടുക്കുക. അത് ഇരുട്ടുള്ള സമയം, വെളുപ്പിന് ഇരുട്ടുള്ള സമയത്ത് എടുക്കുക. എടുത്തിട്ട് അത് നിങ്ങൾ ഒരു പേപ്പറിനകത്തോ ഒന്നുമല്ല, നിങ്ങളുടെ ഉള്ളം കൈ തന്നെ എടുക്കുക. എടുത്തിട്ട് നിങ്ങളൊരു തട്ടത്തിൽ കർപ്പൂരം കത്തിക്കണം. ആ തട്ടത്തിൽ ഭസ്മം നിരത്തണം. അല്പം ഭസ്മം നിരത്തിയിട്ട് ഒരു കർപ്പൂരം കത്തിക്കുക. കത്തിച്ചിട്ട് ഈ എടുത്ത മണ്ണ്, ഇത് നിങ്ങൾക്ക് രാവിലെ കിഴക്കോട്ട് തിരിഞ്ഞൊന്ന് ചെയ്യാം കേട്ടോ. എടുത്ത മണ്ണ് കണ്ണുകൊണ്ട് നോക്കാതെ തന്നെ ആ ചുരുട്ടിയ കൈ ആ കർപ്പൂരത്തിന് 3 തവണ ഒഴിയണം. ഓം കൃഷ്ണായ നമ എന്ന് ജപിച്ച് അതിൽ ഒരു തവണ വാഗൊണ്ട് ജപിക്കുക, പിന്നെ ഒരു തവണ മനസ്സ് ജപിക്കുക, വീണ്ടും ഒരു തവണ വാഗൊണ്ട് ജപിക്കുക. അങ്ങനെ വേണം.
എന്നിട്ട് ഇത് കണ്ണുകൊണ്ട് നോക്കരുത്. ഇത് നിങ്ങൾ വീടിൻ്റെ എവിടെ, ഫ്രണ്ട് വശത്തോ പുറവശത്തോ എവിടെയാണെന്ന് വെച്ചാൽ, ഫ്രണ്ട് വശത്ത് ഇടുവാണെങ്കിൽ നല്ലത്. അല്പം മണ്ണ് അതങ്ങ് ഇട്ടാൽ മതി, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറേ മൂലയിലോ. ഇടുന്നതിന് മുമ്പ് ഇതിങ്ങനെ കയ്യിൽ പിടിച്ച് ഓം കൃഷ്ണായ നമ ഭഗവത് കടാക്ഷം പരിപൂർണം എന്ന് പറഞ്ഞിട്ട് വേണം ഇത് വീടിനെ തെക്ക് പടിഞ്ഞാറേ മൂലയിലോ കിഴക്ക് ഭാഗത്തോ എവിടെ വേണേലും വിതറിയാൽ മതി. മനസ്സിലായില്ലേ? അപ്പൊ ഇത് കണ്ണുകൊണ്ട് നോക്കരുത് ഈ കൈയിരിക്കുന്നത്. ഇത് വ്യാഴം ശനി ദിവസങ്ങളിൽ പറ്റുന്ന പോലെ ചെയ്യുക. ഇപ്പം എല്ലാ ആഴ്ചയും ചെയ്യണം നിർബന്ധമില്ല, മാസത്തിലൊന്ന് ചെയ്താലും മതി. ഇനി ചില ആഴ്ചകളും ചെയ്താലും അതിൽ തെറ്റൊന്നുമില്ല, നല്ലതാണ്. നിങ്ങളിത് ചെയ്ത് നോക്കുക, നിങ്ങളുടെ ആ ഭൂമിയിലുള്ള ദോഷങ്ങൾ മാറിക്കിട്ടും. അത്ഭുതമായ വിദ്യ. അപ്പം ഈ മണ്ണ് വിതറുമ്പോഴും നിങ്ങൾ കണ്ണുകൊണ്ട് നോക്കരുത്, ചുമ്മാ അങ്ങ് വിതറിയാൽ മതി. മനസ്സിലാകുന്നുണ്ടോ? മണ്ണ് അല്പം എടുത്താൽ മതി. ഒരു പിടി മണ്ണ് വലത് കൈയിലെടുക്കുക. വലത് കൈയിലാണ് കേട്ടോ. ചിലപ്പോൾ എൻ്റെ ഈ കൈ കാണുമ്പോൾ ഇടത് കൈയായിട്ട് തോന്നും, അത് വീഡിയോ കാണുന്നതുകൊണ്ട് തോന്നുക. നിങ്ങൾ പറയുന്നത് കേൾക്കുക. വലത് കൈയിലെടുക്കുക. എടുത്തു കഴിഞ്ഞ് പിന്നെ ഈ മണ്ണിനെ നോക്കരുത്. നോക്കാതാണ് തട്ടത്തിൽ ഭസ്മം നിരത്തിയിട്ട് ഒരു കർപ്പൂരം കത്തിച്ചിട്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഓം കൃഷ്ണായ നമ എന്ന് വാഗുകൊണ്ട് ഒരു തവണ ജപിക്കുക. എന്നിട്ട് ഒഴിയുക. പിന്നെ മനസ്സിൽ ഓം കൃഷ്ണായ നമ ജപിച്ച് ഒന്നുകൂടി ഒഴിയുക. പിന്നെ വീണ്ടും വാഗുകൊണ്ട് ഓം കൃഷ്ണായ നമ ജപിച്ച് ഒന്നുകൂടി ഒഴിയുക. അങ്ങനെ 3 പ്രാവശ്യം ഒഴിഞ്ഞ് ശേഷം ഇത് വീടിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് തെക്ക് പടിഞ്ഞാറേ മൂലയിലോ വടക്ക് കിഴക്കേ മൂലയിലോ കിഴക്ക് ഭാഗത്തോ, ഈ 3 ഭാഗമാണ് ഏറ്റവും നല്ലത്, പോയി നിന്നിട്ട് അതിലേതെങ്കിലും ഈ 3 ഭാഗങ്ങളിൽ ഏതൊന്നും, ഒന്ന് വീടിൻ്റെ കിഴക്ക് ഭാഗം, അല്ലെ വീടിൻ്റെ വടക്ക് കിഴക്ക്, അല്ലെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂല, ഈ 3-ൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് പോയി എന്നിട്ട് ഒന്നുകൂടെ വാഗുകൊണ്ട് പറയുക ഓം കൃഷ്ണായ നമ ഭഗവത് കടാക്ഷം പരിപൂർണം എന്ന് വാഗുകൊണ്ട് പറഞ്ഞിട്ട് കണ്ണുകൊണ്ട് നോക്കാതെ തന്നെ ഇതോടെ വിതറുക. ഇത്രയേ ഉള്ളൂ കാര്യം. ഇത് വ്യാഴം ശനി രാവിലെ ചെയ്യുക. അതായത് ഈ ഭൂമി ദോഷം എന്ന് പറഞ്ഞാൽ അത് ആ ഭൂമി ദോഷം കൊണ്ട് കുറേ നമുക്ക് മനസ്സിലാകത്തില്ല പലപ്പോഴും. നമ്മൾ എന്ത് ചെയ്താലും ദോഷം മാറത്തുമില്ല. ഈ മണ്ണിന് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ തട്ടത്തിലുള്ള ആ ഭസ്മം നിങ്ങൾക്ക് അടച്ചു വെക്കാം. അത് ആഴ്ചയിലൊന്ന് മാറ്റിയാൽ മതി. ആഴ്ചയിലൊന്ന്. ഇപ്പം തട്ടത്തിൽ നേരത്തെ ആ ഭസ്മം തട്ടം അടച്ചു വെക്കാം. ഇനിയും വീണ്ടും ചെയ്യുമ്പോഴും ആ ഭസ്മം തന്നെ ഉപയോഗിക്കാം. പിന്നെ ആഴ്ചയിലൊന്ന് ഭസ്മം മാറ്റി പുതിയ ഭസ്മം നിരത്തണം. മനസ്സിലായില്ലേ? അപ്പം ഈ സംശയമില്ല എന്ന് വിചാരിക്കണം. ഇതിൻ്റെ അകത്ത് ഇത് വ്യാഴം ശനി ദിവസങ്ങളിൽ രാവിലെ ചെയ്യുക. ഇത് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ ഈ ഭൂമി ദോഷം മാറാൻ വേണ്ടി ഒരു കാര്യം കൂടി ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ഇതിൻ്റെ കൂടെ ഇത് ചെയ്യുമ്പോൾ തന്നെ മാറും. എങ്കിലും ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രം, ഏറ്റവും വീടിൻ്റെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ഒന്നുകിൽ നിങ്ങളുടെ പക്കനാളിലാണ് ഏറ്റവും നല്ലത്, അല്ലെ വെള്ളിയാഴ്ച, മലയാള മാസം ആദ്യ വെള്ളിയാഴ്ച, ഒന്നുകിൽ മലയാള മാസം ആദ്യ വെള്ളിയാഴ്ച അല്ലെ നിങ്ങളുടെ പക്കനാൾ, ഇതിലേതെങ്കിലും ഒരു ദിവസം അത് തലേദിവസം പോയി ഏർപ്പാട് ചെയ്യണം. തിരുമേനിയോട് പറയണം ഇത് ഗണപതി ഹോമത്തിൽ ഹോമിക്കണം. അല്പം മണ്ണ് പേപ്പറിൽ കൊണ്ടുപോയാൽ മതി. നിങ്ങളത് പ്രാർത്ഥിച്ച് വേണം പേപ്പറിൽ പൊതിയാൻ. പിന്നെ കണ്ണുകൊണ്ട് നോക്കരുത്. എന്നിട്ട് ഗണപതി ഹോമത്തിൽ ഹോമിക്കണമെന്ന് തലേദിവസം ഏർപ്പാട് ചെയ്യുക. രാവിലെ പോയൊന്ന് കണ്ട് തൊഴണം ആ ഹോമിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഗണപതി ഹോമം നടക്കുന്ന സമയത്ത് പോയി തൊഴുന്ന നല്ലതാണ്. അപ്പോൾ തിരുമേനോട് പറയാം ഗണപതി ഹോമത്തിൽ ഹോമിക്കണമെന്ന്. നിങ്ങളെ പക്കനാളിലെന്നാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ മലയാള മാസം ആദ്യ വെള്ളിയാഴ്ച. എന്നിട്ട് നിങ്ങളത് ഹോമം കണ്ട് തൊഴുക. തലേദിവസം ഏർപ്പാട് ചെയ്യണം, എന്നാലല്ലേ വെളുപ്പിനെ തിരുമേനി അത് ഹോമിക്കത്തുള്ളൂ. ഇത് സാധാരണ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ഇത് തിരുമേനിയുടെ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല രീതിയിൽ ചെയ്യുന്ന ആളുകളായിരിക്കണം. മനസ്സിലായില്ലേ? പൊതുവായിട്ട് പറഞ്ഞതാണ്. ഇപ്പം തിരുമേനിമാരാണേലും അവർ നല്ല രീതിയിൽ ചെയ്യുന്ന ആളുകളും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. സത്യസന്ധരായ നല്ല ആളുകളായിരിക്കണം. പിന്നെ നമ്മൾ പോയ കാര്യം ചെയ്യുക, പോരുക. പിന്നെ പല കാര്യങ്ങളുടെ പുറകെ പോകേണ്ട ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിച്ചോണം. അപ്പോൾ അത് എന്നിട്ട് അമ്മയ്ക്കൊരു കടുംപായസവും ഒരു നെയ്വിളക്കും കൂടെ കൊടുക്കുക. ഇത് കഴിഞ്ഞ് ഇത് പക്കനാളിനന്ന് ചെയ്യണം. പക്കനാളിനന്ന് രാവിലെ ഒരു ഗണപതി ഹോമവും കൊടുക്കണം. ഗണപതി ഹോമം കൊടുക്കണ്ട, ഗണപതി ഹോമത്തിലാണല്ലോ ഇത് ചെയ്യുന്നത്. വൈകിട്ടൊരു ഭഗവതി സേവ കൊടുക്കണം. രാവിലെ ഗണപതി ഹോമത്തിൽ നമ്മളിത് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അപ്പം ഗണപതി ഹോമമായിട്ട് ചെയ്യണ്ട. ഗണപതി ഹോമത്തിൽ മണ്ണ് ഹോമിക്കുക. അപ്പോൾ ആ തിരുമേനിക്ക് ദക്ഷിണയും കൊടുക്കണം. വൈകിട്ടൊരു ഭഗവതി സേവ ചെയ്യണം. പിന്നെ രാവിലെ ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും നെയ്വിളക്കും അമ്മയ്ക്ക് കൊടുക്കണം. ഇത് പക്കനാളിന് ചെയ്യണം. ഇതുകൂടെ ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. ഇത് ഒരു 3 മാസത്തിലൊരിക്കലോ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒറ്റ തവണ ചെയ്താൽ പോലും ഫലം ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു 6 മാസത്തിലൊരിക്കൽ ചെയ്താലും മതി. പക്ഷേ വീട്ടിലെ ആ മണ്ണെടുത്തുള്ള പരിപാടി വ്യാഴം ശനി
ദിവസങ്ങളിൽ ഒന്നുകിൽ ആഴ്ചകളിലോ അല്ലെ മാസത്തിലോ ഒന്നോ ചെയ്യാം. മാസത്തിൽ ഒരു വ്യാഴവും ശനിയും ചെയ്യാം, അല്ലെങ്കിൽ വേണമെങ്കിൽ എല്ലാ ആഴ്ചയിലും ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം. ഈ ഭൂമിദോഷത്തിൻ്റെ ഇതിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടും ഭൂമിദോഷം മാറിയില്ല, നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. ഭൂമിദോഷം മാറും. കാരണം ഇത് പറയാൻ കാര്യം, ഞാൻ പണ്ട് ഒരാൾക്ക് ഇതുപോലെ മണ്ണിൻ്റെ ഈ വിദ്യ പറഞ്ഞു കൊടുത്തു. അവർ അത് ചെയ്തു. അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതൊക്കെ അത്ഭുതകരമായ കാര്യങ്ങളാണ്. ഈ ഭൂമിദോഷം കൊണ്ട് പലപ്പോഴും ഉണ്ടാകുന്ന കാര്യം, വീട്ടിലെല്ലായ്പ്പോഴും ദാരിദ്ര്യമായിരിക്കും. ഭൂമിദോഷം ഉണ്ടെങ്കിൽ എത്ര പണം കിട്ടിയാലും തികയത്തില്ല. കടം, കലഹങ്ങൾ, വഴക്ക്, കലഹങ്ങൾ, അസ്വസ്ഥതകൾ, അതുപോലെ തുടർച്ചയായിട്ടുള്ള ദുരിതങ്ങൾ, അപകടങ്ങൾ, സാമ്പത്തിക വളർച്ചയ്ക്ക് തടസ്സം, വളർത്തുമൃഗങ്ങൾ പോലും വീട്ടിൽ വാഴാതിരിക്കുക. വളർത്തുമൃഗങ്ങൾക്കൊക്കെ പെട്ടെന്ന് അവർക്ക് വളർത്തുമൃഗങ്ങളും വീട്ടിൽ അവർക്കും പ്രശ്നങ്ങൾ വരിക. പിന്നെ വീട്ടിൽ ചിലപ്പോൾ ഏതെങ്കിലും ഭാഗത്ത് തീപിടുത്തം ഉണ്ടാകുക, അല്ലെങ്കിൽ വീട്ടിൽ ദുരിതങ്ങൾ വിട്ടുമാറാതിരിക്കുക, സാമ്പത്തികമായ ഉയർച്ചയ്ക്ക് തടസ്സമുണ്ടാകുക. ഇങ്ങനെ പല പല കാരണങ്ങൾ ഈ ഭൂമിദോഷം കൊണ്ടുണ്ടാകാം. ഈ ഭൂമിദോഷം മാറുമ്പോൾ തന്നെ നമ്മൾ ഗതി പിടിക്കും. അതായത് നമ്മുടെ കടങ്ങളൊക്കെ വീടും. നമുക്ക് ഈശ്വരാധീനം കൊണ്ട് പുതിയ പുതിയ മാർഗങ്ങൾ വരും. നമ്മൾ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം ഉണ്ടാകും. പുതിയ വഴികൾ വരും. പുതിയ വരുമാന മാർഗങ്ങളൊക്കെ വരും. ഇത് നിങ്ങൾ ചെയ്യുന്നതോടൊപ്പം മലയാള മാസം അവസാനത്തെ വ്യാഴാഴ്ച കൃഷ്ണന്റെ അല്ലെങ്കിൽ വിഷ്ണുവിന്റെ ക്ഷേത്രത്തിൽ വീടിന്റെ അടുത്തുള്ള ഭഗവാന് ഞാനീ പറയുന്ന ഒരു കാര്യം കൂടെ ചെയ്യണം. പാൽപായസവും ഒരു തുളസിമാലയും ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിയും ചെയ്യുന്ന നല്ലതാണ്. ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന നല്ലതാണ്. അതുകൂടെ മാസത്തിൽ ഒന്നുവിധം ആവർത്തിക്കുന്ന നല്ലതാണ്. ഇനിയും ഈ കടബാധ്യതകൾ ഒക്കെ തീരാൻ വേണ്ടി ഒരു കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഒരു കാര്യമല്ല, 2 കാര്യങ്ങളുണ്ട്. അതുകൂടെ പറഞ്ഞുതരാം. അതുകൂടെ ചെയ്യണം കേട്ടോ. അതായത് ബുധനാഴ്ചകളിൽ അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ പോവുക. ഭഗവാൻ ഒരു അര കിലോ 1 കിലോ അവൽ പാക്കറ്റിനകത്ത് സമർപ്പിക്കുക. അത് അന്നത്തേക്ക് വേണ്ടിയല്ല, അമ്പലത്തിൽ എന്ന് വേണേലും എടുത്തോട്ടെ, നമ്മൾ സമർപ്പിക്കുക. സമ്പത്ത് നൽകണമെന്ന് പറഞ്ഞ് അല്പം അവല് സമർപ്പിച്ചാൽ മതി. മനസ്സിലായില്ലേ? നിങ്ങൾ പാക്കറ്റിനകത്ത് കൊണ്ടുപോയി സമർപ്പിച്ചാൽ മതി. അവല്, നെയ്വിളക്ക്, ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി കൃഷ്ണന് സമർപ്പിക്കുക. ത്രിമധുരവും കൂടെ സമർപ്പിക്കണം കേട്ടോ. ത്രിമധുരത്തിന്റെ രസം അതിൽ കാര്യമുണ്ട്. അവലെ, ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി, ത്രിമധുരം, നെയ്വിളക്കല്ലേ നെയ്യ് സമർപ്പിക്കുക. എന്നിട്ട് ആ ക്ഷേത്രത്തിലെ സർപ്പത്തിന്റെ നടയിൽ വന്നിട്ട് ഒരു കൂടി മഞ്ഞപ്പൊടി നാഗരാജാവിനെ പ്രാർത്ഥിച്ച് ആ പടിക്കെട്ടിനകത്തേക്ക് വെക്കരുത്, വെളിയിൽ വെക്കുക. അവിടെ അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ വെളിയിൽ വെക്കുക. 11 രൂപ എൻ്റെ ജീവിതം രക്ഷപ്പെടുത്തണം, സമ്പത്ത് നൽകണേ എന്ന് പറഞ്ഞ് അവിടെ പ്രാർത്ഥിച്ച് അവിടെ കാണിക്കൽ സമർപ്പിക്കുക. ഇത് ബുധനാഴ്ചകൾ ആവർത്തിക്കുക. ഞാനീ പറഞ്ഞ കാര്യം ചെയ്ത് ഷിപ്പിൽ ജോലി കിട്ടി ഒരു കുടുംബം രക്ഷപ്പെട്ടു. അവരുടെ അനുഭവം ഇന്ന് എൻ്റെ വാട്സാപ്പിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു നമ്പറൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അവർ പറഞ്ഞ്, സാറേ ഇത് എല്ലാവരോടും പറഞ്ഞു കൊടുക്കണം. ഞാൻ പറഞ്ഞു കൊടുത്ത് ചെയ്തതാണ്. അവരെ ഷിപ്പിൽ ജോലി കിട്ടി, അവരുടെ ജീവിതം നല്ല നിലയിൽ രക്ഷപ്പെട്ടു. ഇത് ചെയ്തതിന് ശേഷം ജീവിതത്തിൽ ഉണ്ടായ മാറ്റമാണ്. അത്ഭുതകരമായ ജീവിതം മാറും. നമുക്കിപ്പോൾ ഒരു വരുമാന മാർഗം നല്ല രീതിയിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ കടം പിന്നെ തീരാധികം സമയം വേണ്ട. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് നല്ലൊരു വരുമാന മാർഗം വന്നു കഴിയുമ്പോൾ പിന്നെ കടം വീടാധികം സമയം വേണ്ട. അത്രയേ ഉള്ളൂ. ചെയ്യേണ്ട കാര്യം ചെയ്താൽ മതി. അപ്പം ഇത് ബുധനാഴ്ചകളിൽ പറ്റുന്ന പോലെ ആവർത്തിക്കണം. വിശ്വാസത്തോടു കൂടി ചെയ്യണം. ഏത് വഴിപാടാണെങ്കിലും ചെയ്തു എന്ന് പറയുന്നത് മാത്രം കാര്യമില്ല. നമ്മളുടെ മനസ്സ് അവിടെ ചെല്ലണം. പിന്നെ നമ്മൾ പ്രയത്നിക്കുകയും കൂടെ വേണം. ഇപ്പോൾ ഇത് ബുധനാഴ്ചകളിൽ ആവർത്തിച്ചവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ഷിപ്പിലൊക്കെ ജോലി കിട്ടി, ആ കുടുംബം രക്ഷപ്പെട്ടു. അവരുടെ അനുഭവം എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു. എന്നിട്ട് സാറേ ഇത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. ഞാൻ തന്നെ പറഞ്ഞു കൊടുത്ത കാര്യമാണ്. അപ്പം സാർ ഇത് എല്ലാവർക്കും അവർക്കത് അനുഭവം ആയതുകൊണ്ട് ഇത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാനത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർക്കും അവരുടെ നല്ല മനസ്സിനും ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ അതൊരു വലിയ സന്തോഷം തോന്നി എനിക്ക്. ഇപ്പം ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. ഈ സാമ്പത്തിക ബാധ്യതകളെ, കടബാധ്യതകളെ തീരാൻ പെട്ടെന്നുള്ള വഴി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭദ്രകാളി ചില കാര്യങ്ങൾ ചെയ്താൽ, അത് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ നാഗരാജാവിന് ഇതുപോലെ ചില കാര്യങ്ങൾ ചെയ്താൽ പെട്ടെന്ന് സാമ്പത്തിക ബാധ്യതകൾ മാറും. അത് ഇപ്പം നാഗക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ നെയ്വിളക്ക് തെളിയിച്ചോണം. അതുപോലെ നാഗരാജാവിന് ഉണ്ണിയപ്പ നിവേദ്യം, ശത്രുദോഷം പെട്ടെന്ന് മാറിക്കിട്ടും. ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. നാഗരാജാവിന് 11 രൂപ സമർപ്പിക്കുക, സാമ്പത്തിക ബാധ്യതകൾ മാറും. പിന്നെ മഞ്ഞൾപ്പൊടി നാഗരാജാവിന്
സമർപ്പിക്കുന്നത് നല്ലതാണ്. നാഗക്ഷേത്രത്തിൽ പോയി, ഇപ്പം ഇത് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ചെയ്യുന്ന കാര്യമാണ് ബുധനാഴ്ച പറഞ്ഞു. ഇനി നാഗക്ഷേത്രത്തിൽ പോയാൽ ചെയ്യാവുന്ന കാര്യം ഇപ്പം പറഞ്ഞത്. മനസ്സിലായില്ലേ? പെട്ടെന്ന് സാമ്പത്തിക ബാധ്യതകൾ മാറുന്നതിന് വേണ്ടി ഈ നാഗരാജാവിന് ചില കാര്യങ്ങൾ ചെയ്താൽ മാറ്റം ഉണ്ടാകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ആ കുടുംബത്തെ രക്ഷപ്പെടും, ഒരു പ്രതിസന്ധി അവരെ ബാധിക്കത്തില്ല. അതുപോലെ തന്നെ മണ്ണിൻ്റെ ഈ വിദ്യ ഒരുപാട് ഏത് ദോഷവും മാറിക്കിട്ടും എന്നുള്ളതാണ്. കാരണം നമ്മൾ വസിക്കുന്ന ഭൂമി പല പല ദോഷങ്ങൾ കാണും, അത് നമ്മളെ ബാധിക്കും എന്നുള്ളതാണ്. അപ്പം അതൊരു മണ്ണിനൊരു ശുദ്ധി, ഒരു ഈശ്വരീയമായ അനുഗ്രഹം. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ മണ്ണ് ഇപ്പോൾ അമ്പലത്തിൽ പിന്നെ ഗണപതി ഹോമത്തിൽ സമർപ്പിച്ച ഇവിടെ അങ്ങനെ മാറ്റം വരുന്നത്. പിന്നല്ലേ നിങ്ങൾ വിചാരിക്കും മണ്ണ് കർപ്പൂരത്തെ ഒഴിഞ്ഞ് അങ്ങനെ മാറ്റം വരുന്നത്. ആ ഈശ്വരീയമായ ഒരു മന്ത്രശക്തി മണ്ണിന് വന്നു കഴിയുമ്പോൾ ആ മണ്ണിൽ, ആ ചൈതന്യത്തിൽ, മണ്ണിലുള്ള ആ ഒരു ദുർശക്തികളൊക്കെ മാറിപ്പോകുക എന്നുള്ളതാണ്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അത് അത്ഭുതകരമായ കാര്യമാണ്. അപ്പം ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്ന ലളിതമായ കാര്യമാണ് ഞാനീ പറഞ്ഞത്. ഇനിയും ഒരു കാര്യം കൂടെ പറയാൻ പോവാണ്. ലളിതമായ കാര്യം ഞാൻ പറയത്തുള്ളൂ. കറുത്തവാവിന് വളരെ പ്രാധാന്യമുണ്ട്. ഈ കടബാധ്യത മാറാൻ വേണ്ടി കറുത്തവാവിന് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനം കറുത്തവാവിന് ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി അമ്മയ്ക്ക് കുളമുള്ള ക്ഷേത്രം തിരഞ്ഞെടുക്കുക, മലരുകൊണ്ട് മീനൂട്ട് ചെയ്യുക. അത് അമ്മയ്ക്ക് വഴിപാട് ചെയ്തിട്ടേ ചെയ്യാവുള്ളൂ. അമ്മയ്ക്ക് കൊടുക്കേണ്ടത് കടുംപായസം കൊടുക്കണം, നെയ്വള കൊടുക്കണം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കൊടുക്കുക. എന്നിട്ട് കുളത്തിൽ മലര് കൊണ്ട് മീനൂട്ട് ചെയ്യുക. അച്ചട്ടായിട്ടും കരഞ്ഞ് പ്രാർത്ഥിക്കണം, എനിക്ക് സാമ്പത്തികം നൽകണേ എന്ന് പറഞ്ഞാൽ മതി. അപ്പം കടം വീടണമെന്നല്ല പറയണ്ടേ, എനിക്ക് സാമ്പത്തികം നൽകണേന്ന് പറഞ്ഞാൽ മതി. അപ്പം കടം താനെ വീടിക്കോളും. മനസ്സിലായില്ലേ? പറയുന്നതിനൊരു രീതിയുണ്ട്. എനിക്ക് സാമ്പത്തികം നൽകണേ എന്ന്, എന്നെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ മതി. അപ്പം കടം ഓട്ടോമാറ്റിക്കായിട്ട് വീടാനുള്ള മാർഗങ്ങൾ വന്നോളും. കരഞ്ഞു അമ്മയോട് പ്രാർത്ഥിക്കണം, മനസ്സുകൊണ്ട്, വാഗൊണ്ടല്ല. ഇത് കർത്തവാവിൻ്റെ അന്ന് ചെയ്താൽ ഉറപ്പായിട്ടും ജീവിതത്തിൽ മാറ്റം വരുമെന്നുള്ളതാണ്. ഈ കാര്യവും ഞാൻ ഈ കപ്പലെ ജോലി കിട്ടിയെന്നോ ഷിപ്പിൽ ജോലി കിട്ടിയെന്നോ ഞാൻ കുടുംബം കറുത്തവാവിനും ഭദ്രകാളി ക്ഷേത്രം നടത്തി അവർ വഴിപാട് ചെയ്തതാണ്. പിന്നെ ബുധനാഴ്ച പറഞ്ഞതും കൃഷ്ണനും സർപ്പത്തിനും ചെയ്തതാണ്. ഇത് അത്ഭുതകരമായ കാര്യമാണ്. ഇതൊക്കെ ലളിതമായ കാര്യങ്ങൾ, നമ്മൾ ക്ഷേത്രത്തിൽ പോയി ചെയ്യുന്ന ലളിതമായ വഴിപാടുകൾ ഞാൻ പറയുന്നത്. അതോടൊപ്പം നമ്മുടെ പ്രയത്നം, ഈശ്വരൻ ഒരു വഴി കാണിച്ചു തരുമ്പം നമ്മുടെ പ്രയത്നം കൂടെ അതിനോട് ഉണ്ടാകണം. നമ്മളിവിടെ പരിശ്രമിക്കുകയും കൂടെ വേണം. അപ്പോഴാണ് അത് കൂടുതൽ ജീവിതത്തിലൊരു നല്ല മാറ്റമായിട്ട് വരുന്നത്. അപ്പം നമുക്ക് ഈശ്വരൻ പുതിയ പുതിയ അവസരങ്ങളെ, വരുമാന മാർഗങ്ങളെ ഒക്കെ തരുമെന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ജീവിതം മാറ്റുന്നത്. അല്ലാതെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നതിലോ ചെയ്യുന്നതിലോ ഒന്നുമല്ല. പിന്നെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, ഞാൻ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് ഒരാൾ തന്നെ എല്ലാം ചെയ്യാനല്ല. ഇതിപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നു. ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കത്തില്ല വേറൊരാൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒരാൾക്ക് ബലം കിട്ടുന്നതായിരിക്കത്തില്ല വേറൊരാൾക്ക് ബലം കിട്ടുന്നത്. അപ്പം പലർക്ക് പല കാര്യങ്ങളെ പ്രയോജനപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവർ എഴുതിയെടുക്കുക, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏതെങ്കിലും ആവർത്തിച്ച് ചെയ്യുക. അതൊരു കാര്യം തന്നെ ആവർത്തിക്കുക. ചിലപ്പോൾ അത് ഫലം കിട്ടിയില്ലേ വേറൊരു കാര്യം ആവർത്തിക്കുക. അപ്പോൾ കാരണം എല്ലാവർക്കും എല്ലാ കാര്യവും വശപ്പെടണമെന്നില്ല. അപ്പോൾ ആവശ്യമുള്ളത് എഴുതി വെക്കുക. ഇനി വേറെ ആവശ്യം വരുന്ന സമയത്ത് ഇതെടുത്ത് പ്രയോഗിക്കാം, എഴുതി വെച്ചാൽ. മനസ്സിലായല്ലോ? അങ്ങനെ മനസ്സിലാക്കുക. അപ്പം ഇത് എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രയോജനപ്പെടും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ദൈവാധീനം വന്നു കഴിയുമ്പോൾ ജീവിതം മാറുമെന്നുള്ളതാണ്. പലരും വിചാരിച്ചിരിക്കുന്ന കഴിവ് മാത്രമാണ്. കഴിവ് മാത്രമല്ല, നിങ്ങൾ നോക്കുക, എത്രയോ കഴിവുള്ള ആളുകളെക്കാട്ടിലും വലിയ കഴിവില്ലാത്തവരൊക്കെ എത്രയോ അടിപൊളിയായിട്ട് വലിയ സമ്പത്തായിട്ട് ജീവിക്കുന്നുണ്ട്. നിങ്ങൾ ചുറ്റും ഒന്ന് കണ്ണോടിച്ച് നോക്കുക. ബുദ്ധിയാണ് മാനദണ്ഡമെങ്കിൽ നിങ്ങളുടെ ചുറ്റും നോക്കുക. ചില വലിയ പഠിപ്പൊന്നും കാണത്തില്ല, വലിയ പഠിപ്പുള്ളവനെക്കാട്ടിലും വലിയ സമ്പന്നനായിട്ടായിരിക്കും ജീവിക്കുന്നത്. ഇപ്പം കഴിവ് മാത്രമല്ല, കഴിവ് വേണ്ടെന്നല്ല പറഞ്ഞ്, കഴിവ് വേണം ആവശ്യത്തിന്. പക്ഷെ അതിലുപരി ഒരു ലക്ക്, ഭാഗ്യം, ദൈവാധീനം, ഇങ്ങനെ ചില കാര്യങ്ങൾ അവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചുറ്റും നിങ്ങൾ താമസിക്കുന്ന ആ സ്ഥലത്ത് തന്നെ ചുറ്റും ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ മതി. എല്ലാം വലിയ പഠിത്തമുള്ളവരും അല്ലെ വലിയ ബുദ്ധിമാന്മാരുമാണോ സമ്പന്നരായിട്ട് കഴിയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല ആളുകളും വലിയ വിദ്യാഭ്യാസം ഉള്ളവരെക്കാട്ടും നല്ല നിലയിൽ സാമ്പത്തികമായിട്ട് അവൻ്റെ പോക്കറ്റിൽ എപ്പോഴും കാശായിരിക്കും. മനസ്സിലായില്ലേ? പല കച്ചവടങ്ങളെ, ബിസിനസ്സുകളെ ഒക്കെ ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. അപ്പൊ അവിടെ ഈശ്വരാധീനം, ഭാഗ്യം, ഇങ്ങനെ ചില കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. അതാ ദൈവാധീനം തീർച്ചയായിട്ടും ഒരു ഘടകമുണ്ട് അവിടെ. ദൈവാധീനം വർക്കൗട്ട് ചെയ്യുമ്പം അവന് ഭാഗ്യം ഉണ്ടാവും. ഭാഗ്യം ഉണ്ടാകുമ്പോഴാണ് ചെയ്യുന്നതിൽ നിന്ന്
വലിയ സാമ്പത്തികവും വിജയങ്ങളും പുതിയ പുതിയ അവസരങ്ങളും ഒക്കെ കടന്നു വരും എന്നുള്ളതാണ് ഞാൻ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം. കാരണം ഞാൻ സാധാരണ ഈ പിച്ചക്കാരൻ ധർമ്മം എടുക്കുന്ന പിച്ചക്കാരുടെ മുതൽ കോടീശ്വരന്മാരുടെ വരെ ഞാൻ ജാതകം നോക്കിയിട്ടുണ്ട്. അതുപോലെ വലിയ പദവി ഇരിക്കുന്ന ആളുകളുടെ ഏറ്റവും താഴ്ന്ന തരത്തിലുള്ള ജോലി ചെയ്യുന്ന വെച്ചാൽ മോശമായിട്ടല്ല പറഞ്ഞ് താഴ്ന്ന സാമ്പത്തികത്തിലുള്ള ജോലി ചെയ്യുന്ന മുതൽ എല്ലാ തരത്തിലുള്ള ആളുകളുടെ കൈരേഖ സംഖ്യ ജ്യോതിഷം ഒക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. കൈരേഖ ഗ്രഹനില സംഖ്യ ജ്യോതിഷം ഒക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഭാഗ്യം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതെന്തായാലും കഴിവ് മാത്രമല്ല, കഴിവ് വേണ്ടെന്നല്ല, കഴിവ് വേണം. പക്ഷെ ഭാഗ്യം എന്ന് പറഞ്ഞ ഒരു സംഭവം ഏതൊരാളുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഭാഗ്യമുള്ളവർ വളരെ പെട്ടെന്ന് സമ്പന്നരായിട്ട് ജീവിക്കുന്ന കണ്ടിട്ടുണ്ട്. അവർക്ക് നല്ല ജീവിത സൗകര്യങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ പെട്ടെന്നാണ് വളർച്ച ഉണ്ടാകുന്നത്, ഭാഗ്യം ഉണ്ടാകുന്നത്. ഇപ്പൊ ഈശ്വരാധീനത്തിന് വേണ്ട ചില കാര്യങ്ങൾ അവർ ചെയ്യുന്നു, അറിഞ്ഞോ അറിയാതെ ചെയ്യുന്നതുകൊണ്ടാണ്, അല്ലെ അവരുടെ വീട്ടിലുള്ളവർ ചെയ്യുന്നതുകൊണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം. ഇതെല്ലാം ഈ വലിയ വലിയ പല ബിസിനസ്സുകാരും അവർക്ക് സർപ്പപ്രീതി, അവര് ആരും അറിയാതെ പോയി സർപ്പത്തിന് പല കാര്യങ്ങളും ചെയ്യുന്നവരാണ്. സർപ്പക്ഷേത്രത്തിലൊക്കെ സർപ്പക്ഷേത്രത്തിൽ പോയി ഒക്കെ ചെയ്യുന്നവരാ. ഹനുമാന് ചില കാര്യങ്ങൾ, ശിവന് ചില കാര്യങ്ങളെ, കൃഷ്ണന് ചില കാര്യങ്ങളെ ഒക്കെ, ഭദ്രകാളിക്കും ഒക്കെ പല 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 കോടീശ്വരന്മാരും അവരുടേതായ ചില രീതികളുണ്ട്. അവർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അത് നമ്മൾ അറിയുന്നില്ല. നമ്മൾ നോക്കുമ്പോൾ അവർ വലിയ സമ്പന്നരായിട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് സർപ്പപ്രീതി വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ജീവിതത്തിൽ തകർച്ച ഉണ്ടാകത്തില്ല. സാമ്പത്തികമായിട്ട് ആര് തകർന്നാലും നിങ്ങൾ തകർത്തില്ല. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്, സർപ്പം, ഹനുമാൻ, അതുപോലെ അയ്യപ്പസ്വാമി ഒരിക്കലും സ്റ്റേബിൾ ആയിരിക്കും, ഉയർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ കൃഷ്ണൻ, ഈ ഭഗവാൻ ഗുരുവായൂരപ്പന്റെ ഭക്തർ പലരും വലിയ കോടീശ്വരന്മാരാണ്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നർപ്പവി നർപ്പവി നർപ്പവി.